കുങ്ഫു ആൻഡ് ഫിറ്റ്നസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം. ഞാൻ ഫെലിസ് ജോഷി. അപ്പോൾ ഇന്ന് നമ്മൾ കുങ്ഫു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൈകളുടെ കരുത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ വിരലുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വിരലിൻ്റെ സ്ട്രെങ്ത്ത് മുതൽ ഒന്ന് നോക്കി വരാം. അപ്പോൾ അതിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, സെൽഫായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൈകൾ ഇതുപോലെ ഒന്ന് പിടിക്കുക. ഇനി ഇവിടുന്ന് വിരലൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതുപോലെ കൈക്ക് ഒരു അല്പം ബലം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ എത്രയാണ് കിട്ടുന്ന ആ ഒരു ഫോഴ്സ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കൈ വെച്ച് ഇതിലേക്ക് ഈ ഒരു കൈവെള്ളയിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ബെൻഡ് ആവുന്നുണ്ടോ, പെട്ടെന്ന് ബെൻഡ് ആവുന്നുണ്ടോ, എളുപ്പം ബെൻഡ് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം ഫോഴ്സ് കൊടുക്കാൻ പറ്റുമോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ലൊരു ഫോഴ്സ് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ കണ്ട ഇതുപോലെ ഒന്ന് പുഷ് ചെയ്യുക. വിരലിന് ഇഞ്ചുറി പറ്റാതെ ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ കൈ തന്നെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ അത്രയും വലിയ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും സർഫേസിൽ വെക്കുമ്പോഴേക്കായിരിക്കും പരിക്ക് പറ്റാൻ സാധ്യത. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പിടിച്ചിട്ട് ഇതൊന്ന് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. താഴേക്ക് നല്ല ഫോഴ്സ് കൊടുക്കുക. ഒരല്പം ടൈറ്റ് ഇതിനൊക്കെ കിട്ടുന്ന രീതിയിൽ എല്ലാ വിരലും ജസ്റ്റ് അതുപോലെ ഒന്ന് നോക്കുക. കണ്ടോ ഇതുപോലെ ഒന്ന് ഫോഴ്സ് കൊടുക്കാൻ നോക്കുക, ഒന്ന് ബെൻഡ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് ഫിംഗറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ആദ്യം നോക്കാം. അപ്പോൾ ഇതിന് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ നോർമലി എല്ലാവർക്കും ഇതുപോലെ തന്നെ ഒരു സ്ട്രെങ്ത് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ നമുക്ക് വിരലുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഈ ഒരു ആദ്യത്തെ ബെൻഡ് മുതൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഫുള്ളായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. ഫിസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ഫോഴ്സ് കൊടുക്കുക. ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ കൈക്കൊരു വൈബ്രേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലൊന്ന് ചെയ്യാം. അപ്പോൾ ഒരു 20 തവണ 25 തവണ വീതം ഈ ഒരു മൂവ്മെൻറ്റ് രണ്ട് കൈയും ചെയ്യുക. അതിനുശേഷം കൈ ഒന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് കണ്ടോ ലെവലാക്കി തന്നെ വെക്കുക. ഇവിടെ നിന്ന് ഈ ടിപ്പ് തമ്മിൽ ഇതുപോലെ ജോയിൻ്റ് ആവുന്ന രീതിയിൽ പുറത്തേക്ക് കണ്ടോ ഇങ്ങനെ ഒന്ന് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഇനി ഇവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോകുന്ന സമയത്ത് കുറച്ച് ബലം കൊടുത്തുകൊണ്ട്, നല്ല ബലം കൊടുത്തുകൊണ്ട് വേണ്ട ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്യുക. ഈ രണ്ട് വിരലിൻ്റെയും ടിപ്പുകൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ വീണ്ടും അതൊന്ന് ബാക്കിലേക്ക് വരിക. ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ തിരിച്ച് പോകുമ്പോഴത്തേക്കും ഇതുപോലെ ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ പോവുക. കണ്ടോ ടൈറ്റ് ചെയ്യുക. വീണ്ടും അതുപോലെ തന്നെ തിരിച്ചു വരിക. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വിരലിനൊക്കെ നല്ലൊരു ബലം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബലം കിട്ടുന്ന രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്യണ്ട. 1 തിരിച്ചു വരിക, 2 ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്ലിപ്പാവാതെ നോക്കുക. ഇപ്പം കയ്യിൽ ജസ്റ്റ് ഒന്ന് വേർത്തറലുകൊണ്ടിട്ടാണ് ഇതിങ്ങനെ സ്ലിപ്പായി പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക സ്ലിപ്പാകാതെ. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഇതും ഒരു 15-20 തവണ വീതം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കൈക്ക് ആ ഒരു ഫിംഗറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് നമുക്ക് റിസ്റ്റിലേക്കാണ് വരുന്നത്. നമ്മൾ ഫിസ്റ്റ് ടൈറ്റ് ചെയ്ത് നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് റിസ്റ്റിൻ്റെ ഒരു ഫോഴ്സും കൂടി നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ പഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് പഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും ഈ കൈ ഇങ്ങനെ ബെൻഡായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ച് കൊള്ളുന്ന സർഫേസിൽ ഇപ്പോൾ ആളൊരു ബോഡി കിട്ടാണ് പഞ്ച് കൊള്ളുന്നതെങ്കിൽ ഇത് ഇങ്ങനെ ബെൻഡായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ളൊരു ഇഞ്ചുറി ഉണ്ടാകും. അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നാലും ഈ ഒരു ഇഞ്ചുറി ഉണ്ടാകും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു സ്ട്രെങ്തൻ ചെയ്യേണ്ടത് ശരിക്കും റിസ്റ്റാണ്. അപ്പോൾ റിസ്റ്റിന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമൽ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ കൈ ഒന്ന് ടൈറ്റ് ചെയ്ത് നന്നായിട്ട് പിടിക്കാം. ഇവിടെ നിന്ന് ഉള്ളിലേക്കും പുറത്തേക്കും ഇതുപോലെ ഒന്ന് നല്ല ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് നന്നായിട്ട് ചെയ്യാം. ഒരു 20-25 തവണ വീതം ഡെയിലി ചെയ്യുന്ന രീതിയിൽ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അത് താഴേക്കും അതുപോലെ തന്നെ ഒരു റൊട്ടേഷനായിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, തിരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നന്നായിട്ട് ചെയ്യുക. അതിനുശേഷം തന്നെ നമുക്ക് ഇത് ഒരു പുഷപ്സിലൂടെ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. അപ്പോൾ അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫിംഗറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു റിസ്റ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് കിടക്കാം. അപ്പോൾ ഫിംഗറിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം തണ്ട ഇതുപോലെ കൈ ഇങ്ങനെ കുത്തുക. അപ്പം ഇങ്ങനെ ആദ്യമേ തന്നെ പുഷപ്സ് ചെയ്യേണ്ട. കാരണം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇത്ര ഫോഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം വിരലുകളെല്ലാം താഴെ കണ്ട ഇതുപോലെ കൊടുക്കുക. ഇത് കുറച്ചുകൂടി ചെയ്യാൻ ഒരല്പം കൂടി എളുപ്പമായിരിക്കും. കാരണം ഇങ്ങനെ ടിപ്പ് കുത്തുന്നതിനേക്കാളും അത്രയും വെയിറ്റ് വരില്ല ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം ഒരുപോലെ തന്നെ കുത്തുക. എന്നിട്ട് നിങ്ങൾ കാൽമുട്ട് ഇതുപോലെ ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യുക. കാരണം കാൽമുട്ട് പോയിട്ട് നോർമൽ ഒരു കംപ്ലീറ്റ് പുഷപ്പിലേക്ക് വരണ്ട. കാരണം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഫോഴ്സ് കൂടുതൽ വരും. അപ്പം ഇത് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ളതിലും നീ ഇതുപോലെ മുട്ടുകാല് താഴെ ടച്ച് ചെയ്യുക, കൈ ഇതുപോലെ വെക്കുക. ഇനി ഇവിടുന്ന് ചെസ്റ്റ് മാത്രം ഇതുപോലെ ഒന്ന് ഡൗൺ ചെയ്യുക, നേരെ നോക്കിയിട്ട് ഡൗൺ ചെയ്യുക. ഇപ്പോൾ കയ്യിലേക്ക് ഒരല്പം വെയിറ്റ് വരുന്നുണ്ട്, ഫുള്ളായിട്ടില്ല എങ്കിലും അല്പം വെയിറ്റ് വരുന്നുണ്ട്. കാരണം നമ്മുടെ മുട്ടുകാല് നമ്മളവിടെ ഇങ്ങനെ ടച്ച് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് അപ്പർ ബോഡിയിലേക്ക് അധികം ഇത് വരാത്ത. ഈ ഒരു പുഷപ്സ് ഇതുപോലെ നിന്നിട്ട് ഈ ഒരു പുഷപ്സ് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രയാണോ ചെയ്യാൻ കിട്ടുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിട്ട് ഇത് കുറച്ച് ദിവസം ഇത് തന്നെ ഇതുപോലെ ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങോട്ട് ഈ പുറത്തേക്കുള്ള ബെൻഡ് നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് സ്ട്രെങ്ത്ത് കിട്ടുന്നത് നിങ്ങൾക്ക് ആ ഫീല് കിട്ടുന്നതനുസരിച്ച് നമ്മൾ ഈ ഒരു ബെൻഡ് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അല്പവും കൂടി ഒന്ന് അടുപ്പിച്ച് കൊണ്ടുവരിക. കാരണം ഈ വൈഡ് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി അടുപ്പിച്ച് കൊണ്ടുവരിക.
അപ്പോൾ കുറച്ചുകൂടെ അടുത്ത്. ഇനി സെയിം ഇതുപോലെ തന്നെ വീണ്ടും നീ ടച്ച് ചെയ്ത് തന്നെ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതും കുറച്ച് ദിവസം ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. ഒറ്റയടിക്ക് ഇതുപോലെ ചെയ്യരുത്, കൈക്ക് പരിക്ക് വരും. അപ്പോൾ ഇതും കൂടി ആയിക്കാൻ തന്നെ നമുക്ക് ഇത് കുറച്ചും കൂടി ഇതാക്കാം. അപ്പോൾ ഇനി വരുന്ന സമയത്ത് നമ്മൾ ഇതൊരു അല്പം കൂടി വൈഡ് ചെയ്തിട്ട് ഈ ലാസ്റ്റ് ബെൻഡ്, നമ്മൾ ഈ വിരലിൻ്റെയൊക്കെ ലാസ്റ്റ് ബെൻഡ് താഴേക്കണ്ട, ഇതെല്ലാത്തിൻ്റെ ലാസ്റ്റ് ബെൻഡ് വരുന്ന വിധത്തിൽ ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന രീതിയിൽ വേണം ഇതുപോലെ വെക്കുക. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ പുഷപ്പ് ചെയ്യാം. ഇത്തവണ ചെയ്യുമ്പോഴും നീ ടച്ച് ചെയ്ത് തന്നെ, ആദ്യത്തെ സ്റ്റേജുകളെല്ലാം നീ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക. ബോഡി ഫുള്ളായിട്ട് അപ്പ് ചെയ്യുക, ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഒരു ഫൈനൽ സ്റ്റേജ് വരുന്നത്, കാരണം നമ്മൾ ആദ്യത്തെ മൂവ്മെൻറ്റ് ഇതുപോലെയും പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് അടുപ്പിച്ചും ചെയ്തിട്ട് മാത്രം ഈ ഒരു മൂവ്മെൻറ്റിലേക്ക് വരാൻ പാടുള്ളൂ. കാരണം ആദ്യം തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറി പറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ചെയ്യുന്നതിൻ്റെ നമ്പർ കുറക്കാം. നമ്മൾ ഈ ഫിംഗറിൻ്റെ ഇപ്പം നമ്മൾ 5 വിരലാണ് കുത്തിയത്, ഇനി നിങ്ങൾ ഒരു വിരൽ ലൂസ് ചെയ്തിട്ട് 4 വിരലാക്കുക, ക്ലോസ് ചെയ്തു. ഈ 4 വിരലിൽ സെയിം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം 4ൽ നിന്ന് കുറച്ചൊരു പ്രോഗ്രസ് വന്നു കഴിയാൻ നേരത്ത് ഇത് 3 ആക്കാം. വീണ്ടും ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. ഇതും പ്രോഗ്രസ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 2 ആക്കാം. ഇവിടെ വരാം, ഇവിടെ നിന്ന് വീണ്ടും ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ നീ ടച്ച് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെൻറ്റൊക്കെ ചെയ്താൽ മതി. അതിന് ശേഷം മാത്രം നമുക്ക് പുറത്തേക്ക് മാറിയിട്ട് നമുക്ക് ഫുള്ളായിട്ട് ലെഗിൻ്റെ ടോ ടച്ച് ചെയ്തിട്ട് ഒരു ഫുൾ പുഷപ്സിൻ്റെ പൊസിഷനിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റേജ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു ഫുൾ പുഷപ്സിലേക്ക് ഒരു ഫുൾ മൂവ്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കണം. ആ സമയത്ത് നമ്മൾ ഇതുപോലെ നേരെ വരിക, ഫ്ലോറിലേക്ക് ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് കിടക്കുക ഫുള്ളായിട്ട്. ഇനി പുഷപ്സ് ചെയ്ത പൊസിഷനിലേക്ക് കൈ ഇവിടെ വെക്കുക, നേരത്തെ ഇതുപോലെ ഫിംഗർ ഇവിടെ വെക്കുക. നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഔട്ട് സൈഡിലേക്ക് പുറത്തേക്ക് ഇങ്ങനെ വളച്ചിട്ടാണ് കൈ വിരൽ വെച്ചത്, അപ്പോൾ അതുപോലെ തന്നെ വെക്കുക. ഇനി നീയും കൂടി ടോട്ടൽ ബോഡി ഹൈറ്റ് ചെയ്തിട്ടാണ്, ഉയർത്തിയിട്ടാണ് കണ്ട, ഇങ്ങനെയാണ് നമ്മൾ പുഷപ്സ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്യുമ്പം നീ ടച്ച് ചെയ്തു, ആദ്യത്തെ മൂവ്മെൻറ്റ് കണ്ട ഇങ്ങനെ പുഷപ്സ് ചെയ്യുക, ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിത് ഈ ഒരു ലെങ്ത്ത് കുറക്കുന്ന കാര്യം പറഞ്ഞു തന്നാലേ, ഇവിടെ വൈഡ് ചെയ്ത് വെച്ചത് കുറച്ചും കൂടി കുറക്കുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വെച്ചത് ഒരല്പം കൂടി കുറച്ചിട്ട് കണ്ട ഈ ഒരു പൊസിഷനിലേക്ക് വരിക. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് അപ്പ് ചെയ്യുക. അതിനുശേഷം പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞത് വിരൽ ഇങ്ങനെ ബെൻഡ് ചെയ്തിടാം, അതെ, ബോഡിയോട് ചേർത്തിട്ട് ലാസ്റ്റ് ബെൻഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഫോഴ്സ് ടിപ്പിലേക്ക് ഫോഴ്സ് കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്, കാരണം ഈ ബെൻഡിൽ നിന്ന് തന്നെ നല്ലൊരു ഫോഴ്സ് വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫിംഗറിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് നോക്കി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് റിസ്റ്റിൻ്റെ ഒരു ബെൻഡിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ഇതുപോലെ ഫിസ്റ്റ് ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ ഈ മുഷ്ടി ഇതുപോലെ ഒന്ന് ചുരുട്ടി വെച്ചിട്ട് കണ്ട ഈ ഒരു ലെവലിലാണ് ആ ഒരു പുഷപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ട ഈ ഒരു ബെൻഡിലേക്ക് ഇങ്ങനെ ഇത് ഒരു സ്ട്രെങ്ത് കിട്ടുന്നതിന്, ഇങ്ങനെ ബെൻഡായി പോവാതെ അല്ല ഈ ഒരു ബെൻഡിന് സ്ട്രെങ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇത് സ്റ്റഡിയാക്കി പിടിക്കുക. എന്നിട്ട് കണ്ട ഇവിടെ ഇങ്ങനെ ബോഡിനോട് ചേർത്ത് നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താഴെ കിടക്കുക, കണ്ടോ, ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുക. കാരണം പലർക്കും പുഷപ്പ് ചെയ്യാനുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അളവ് കൃത്യമായിട്ട് അറിയണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്തുണ്ട് നിങ്ങൾ ഇതുപോലെ തന്നെ കിടക്കുക. ഇനി ഇവിടുന്ന് കൈകൾ രണ്ടും കണ്ട ഇതുപോലെ ഈ ഒരു 45 ഡിഗ്രി ആംഗിളൊക്കെ ഈ ഒരു പൊസിഷനിലൊക്കെ എടുക്കണ്ട. ഇങ്ങനെയും പുഷപ്സ് എടുക്കുന്നതാണ്. ഇത് ഷോൾഡറിന് ചെസ്റ്റിൻ്റെ ഒക്കെ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടി. പക്ഷേ പലർക്കും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊരു പെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിലേക്ക് പോകണ്ട, പകരം ഇവിടെ നിന്നുണ്ട് ഒരു 45 ഡിഗ്രി ആംഗിളിലേക്ക് നമ്മുടെ കൈയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അകലം വെച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. ഇനി ഇവിടെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അതുപോലെ നീ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചെയ്ത പോലെ മുട്ടുകാല് താഴെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തന്നെ ഉയരുക. കണ്ടോ, ഡൗൺ ചെയ്യുമ്പം ഈ ഒരു പൊസിഷനിലേക്ക് ഇതുപോലെ ആദ്യം ഒന്ന് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ സെയിം ഇതുപോലെ എടുക്കും. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് സ്ട്രെങ്ത് വരുന്ന രീതിയിൽ ഇതൊന്ന് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് ബോഡിയോടൊന്ന് അടുപ്പിച്ച് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് റിസ്റ്റിലേക്ക് വരുന്നുണ്ട്, ബോഡിയോടൊന്ന് അടുപ്പിച്ചിട്ട് പാരലായിട്ടുണ്ട്. ഈ കൈ ബോഡിയോട് ചേർത്തിട്ട് കൈകളപ്പം ഈ ഒരു നമ്മുടെ എൽബോ ഇങ്ങനെ വൈഡ് ആവാതെ ശരീരത്തോട് ചേർന്നായിരിക്കും ഇരിക്കുന്നത്. കൈകൾ ശരീരത്തോട് ചേർത്ത് കുത്തുക. ഇനി ഇവിടെ നിന്ന് വേണം ഇങ്ങനെ അപ്പ് ചെയ്യാണ്ട് വീണ്ടും സ്ലോവിലൊന്ന് ഡൗൺ ചെയ്യുക, വീണ്ടും അപ്പ് ചെയ്യുക. നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൈക്ക് പെയിൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫോം പോലെ അല്ലെങ്കിൽ ക്ലോത്ത് പോലെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാം. ചിലർക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കൈക്ക് ഇവിടെ ഒരു പെയിൻ, നെക്കിലൊരു പെയിൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ എൽബോയിലേക്ക് നമ്മളൊരു പഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഫോഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ എൽബോയിലേക്കും കൂടി ചെയ്യും. കാരണം നമ്മൾ നോർമലി
ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഒരല്പം കൂടി ടഫാണ് നമ്മൾ ബോഡിയോട് ചേർത്ത് വരുമ്പോൾ. കാരണം ഒരു പുഷിങ്ങിന് കുറച്ചുകൂടി ഫോഴ്സ് വേണം നമ്മൾ ഉയർത്തുന്ന സമയത്ത്. അപ്പോൾ ഇതും കൂടി ചെയ്യുക. നമ്മുടെ എൽബോൻ്റെ മുട്ടുകയുടെയൊക്കെ ആ ഒരു സ്ട്രെങ്ത്തിന്, ആ ഒരു പഞ്ചടിക്കുന്ന ആ ഒരു സ്ട്രെങ്ത്തിന് ഈ ഒരു മൂവ്മെൻറ്റ് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് വീഡിയോക്ക് താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.